ഇന്ന് ചീരങ്കുളം അമ്പലത്തിലെ പൂരാണ്. പൂരത്തിന് വന്ന ആനകളേനെ ഒന്ന് കാണാം. ഇത് തോട്ടേക്കാട് വിനായകൻ എന്ന ആനയാണ്. ഇവിടെ നമ്മുടെ അക്കിക്കാവ് കാർത്തികേയ മുതലാളി നിൽക്കുന്നുണ്ട്. അവിടെ പാപ്പന്മാർ കിടന്നുറങ്ങുന്നുണ്ട്. അതിന് ഉച്ചയാകുമ്പോഴേക്കും ആനനെ എഴുന്നള്ളിക്കും. ഇവിടെ തിരുവമ്പാടി കണ്ണൻ എന്ന ആന നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പാറന്നൂര് നന്ദൻ എന്നുള്ള ആനയും നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഒരൊറ്റ കമ്മിറ്റിയുടെ ആനകളാണ് കേട്ടോ. അവിടെ ഒരു 7 ആനകളായിട്ട് കമ്മിറ്റി ഉണ്ട്. ഇത് നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആനയാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. പുതിയ വീട് പണിയുണ്ട്, അതിൻ്റെ തറയാണത്. അപ്പോൾ അതിൻ്റെ പിന്നിലായിട്ടാണ് ആനേനെ കെട്ടിയിരിക്കുന്നത്. പാപ്പാന അവിടെ ആനയ്ക്ക് വാഴപ്പോളൊക്കെ ഇങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെയിലായ കാരണം തോന്നുന്നു വാഴപ്പോളൊക്കെ കൊടുക്കുന്നത്. വാഴപ്പോളയിൽ കുറച്ച് നനവൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ചെമ്മണ്ണൂർ ദേശത്തിൻ്റെ കോലങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഷോ നടത്തുന്നുണ്ട്. ഐ മീൻ നമ്മുടെ ചമയ പ്രദർശനം അതൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് അവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തെറ്റിപ്പട്ടങ്ങളൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. അതൊക്കെ ചിലപ്പോൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരിക്കും. കോലം ഇന്ന് അലങ്കരിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത്. കോലത്തിൻ്റെ അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നടുക്ക് നിൽക്കുന്ന കോലം എടുത്തിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അത് ആനയുടെ പുറത്ത് എഴുന്നള്ളിക്കുന്നത്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഗംഭീര സംഭവം കാണുന്നത്. പുതുപ്പള്ളി കേശവന് നല്ലൊരു സ്വീകരണം കൊടുത്തിട്ട് കൊണ്ടുപോകുന്നു. ഞാൻ ഇതുവരെയായിട്ട് ഒരു ആനേനെ സ്വീകരണം കൊടുക്കുന്നത് കാണാൻ പറ്റില്ലല്ലോ എന്നാലോചിച്ചിട്ട് നടക്കായിരുന്നു. ഞാൻ ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ വളരെയധികം നേരം വൈകിട്ടുണ്ടായിരുന്നു. ആകെ ഒരു സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം ആനനെ കെട്ടിയിട്ട് ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇനി കുറച്ച് നേരം പുതുപ്പള്ളി കേശവൻ്റെ കൂടെ. കീഴോട്ട് വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആനയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇവിടെ പൂരത്തിന് വന്നിട്ട് ഇതേ മരത്തിൻ്റെ മീതെ തന്നെയാണ് ആനനെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. ആനയുടെ വണ്ടി ഇതപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതേ വീട്ടിൽ തന്നെയായിരുന്നു, ഇതേ മരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ കൊല്ലം കെട്ടിയിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു ആനേനെ മനസ്സിലായോ? ഇതാണ് നന്ദിലത്തെ ഗോപാലകൃഷ്ണൻ. ആനയുടെ കൊമ്പൊന്ന് മുറിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം അങ്ങനെ ഒന്ന് ചോദിച്ചിട്ടാ. ആനയുടെ ആ ഒരു വലിയ കൊമ്പുണ്ടാകുന്നപ്പോൾ ആനയ്ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇപ്പോഴും ഭംഗിക്കൊരു കുറവില്ല, പക്ഷേ ആ പഴയ ഒരു കൊമ്പുണ്ടായിരിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ഭംഗി എന്നുള്ളത്. നല്ല നീളത്തിലുള്ള കൊമ്പായിരുന്നു. കൊമ്പ് കൊണ്ട് ആനയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നല്ല നീളമുള്ള കൊമ്പുള്ളപ്പോൾ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആനയ്ക്ക് തലയ്ക്ക് കനം വരുമോ എന്നുള്ള കാര്യം അറിയില്ല. അത് പാപ്പാമാർ തന്നെയാണ് അത് പറയേണ്ടത്. എന്തായാലും ഇങ്ങനെ കാണുമ്പോഴും ആനയ്ക്ക് നല്ല ഭംഗിയുണ്ട്. നല്ല നീളത്തിലുള്ള കൊമ്പ് തന്നെയാണ് ഇപ്പോഴും. പക്ഷേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കൊമ്പ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതുപോലെ തന്നെ തോന്നുന്നുണ്ട്. പണ്ട് മീനാട് വിനായകൻ്റെ കൊമ്പ് മുറിച്ചപ്പോൾ ആനേനെ പെട്ടെന്ന് തിരിച്ചറിയാത്ത പോലെ. ഇത് മീനാട് വിനായകൻ ആനയാണെന്ന് തോന്നുന്നു. എനിക്ക് സൈഡിൽ നിന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, ഫ്രണ്ടിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. സൈഡിൽ നിന്ന് കണ്ടാൽ എനിക്ക് ആനേനെ അത്ര പെട്ടെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ ചിറക്കര ശ്രീരാമ എന്ന് പറഞ്ഞിട്ടുള്ള ആന നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഈ ആന അക്കിക്കാവ് പൂരത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ ചീരംകുളം പൂരത്തിന് വന്നിട്ടുണ്ട്. നമ്മുടെ കിരൺ നാരായണൻകുട്ടി ആനയുടെ പാപ്പാനാണ് ഇപ്പോൾ ചിറക്കര ശ്രീരാമാനന് ചുമതലയായിട്ടുള്ളത്. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. ഇതാണ് ചൈതന്യം പൂരാഘോഷ കമ്മിറ്റിയുടെ ഓഫീസ്. ഇവിടെ 3 ആനയുടെ കോലം വെച്ചിട്ട് അലങ്കരിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ പൂരത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ആന. എന്താ പറയുക, നമ്മുടെ മീനാട് വിനായകനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ആനകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ശരിക്കും പാമ്പാടി രാജനെയാണ് അവർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഫ്ലെക്സിൽ അങ്ങനെയാണ് കണ്ടത്. പിന്നെ പാമ്പാടി രാജന് ഇപ്പോൾ അങ്ങനെ പൂരത്തിനൊന്നും വിടുന്നില്ലല്ലോ, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പാമ്പാടി രാജൻ്റെ പരിപാടികളൊക്കെ ക്യാൻസലാക്കിയെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതാ വേറൊരു ആന ഇവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലായിട്ട് കയറ്റിയിരിക്കുകയാണ്. ചെറിയൊരു വീട്ടമ്പലമാണെന്ന് തോന്നുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ആനയും കൂടി നിൽക്കുന്നുണ്ട്. ഈ 2 ആനകൾ ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ, പെട്ടെന്ന് കണ്ടപ്പെടുത്താണ്. ഇവിടെ ആർത്താരി ദേശത്തിൻ്റെ ഒരു ചമയപ്രദർശനം നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാനിവിടെ ഗീതാഞ്ജലി പാർത്ഥസാരഥി ആനയാണെന്ന് തോന്നുന്നു. ആനേനെ കുളിപ്പിക്കുന്നുണ്ട്. ഇതൊരു പള്ളിയുടെ കോമ്പൗണ്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നല്ല ഉച്ച സമയമാണ്. അപ്പോൾ ആനേനെ കുളിപ്പിക്കുന്നുണ്ട്. ഇനി കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പൂരത്തിനായിട്ട് കൊണ്ടുപോവാണ്. അവിടെ